ചേട്ടാ, പെൻഷൻ കിട്ടുന്നില്ല എന്നായിരുന്നു സാധാരണക്കാരുടെ എന്നത്തെയും പരാതി. പക്ഷെ പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട്. ആ പെൻഷനിൽ നിന്നും തട്ടിച്ച കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യം. എങ്ങനെയാണത്? നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു കൈത്താക്ക് എന്ന രീതിയിലാണ് ഒരു ചെറിയ പെൻഷൻ തുക എല്ലാ മാസവും സർക്കാർ നൽകുന്നത്. അതെ. ഇപ്പോൾ പുതിയ വാർത്ത അനുസരിച്ച് നമ്മുടെ സർക്കാർ ജീവനക്കാർ തന്നെ ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കൊടുത്ത് ഈ സാമൂഹ്യ സുരക്ഷ പെൻഷൻ സ്വീകരിച്ചു. അവർ ചിലരെ തിരിച്ചറിഞ്ഞിട്ടും ഉണ്ട്. ഇപ്പോൾ സർക്കാരിന്റെ കണക്ക് പ്രകാരം 1458 പേരാണ് ഇങ്ങനെ പിടിയിലായിട്ടുള്ളത്. ഇവർ സർക്കാരിന്റെ പല വകുപ്പുകളിൽ പല തസ്തികകളിലായി ജോലി ചെയ്യുന്നവരാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ 373 പേർ ഉള്ളത് ആരോഗ്യ വകുപ്പിൽ നിന്നാണ്. അപ്പോൾ ഇപ്പോൾ ഇവർക്കെതിരെ നടപടി വരാൻ പോവുകയാണ്. ആരോഗ്യ വകുപ്പിലെ ഇത്രയും ജീവനക്കാരിൽ നിന്ന് അവർ പല റേഞ്ചിലുള്ള പണമാണ് കൈക്കലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ 2300 രൂപ മുതൽ 54,000 രൂപ വരെ പെൻഷൻ ഇനത്തിൽ പലരും സ്വീകരിച്ചിട്ടുണ്ട്. അവർ തട്ടിയെടുത്ത ഈ എമൗണ്ടിൽ നിന്ന് ഒരു 18% ഹെവി ടാക്സ് ആണ് ഇവരിൽ ഏർപ്പെടുത്താൻ പോണത്. അത്രയും പൈസ കേരള സർക്കാർ തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. ജോലിയിൽ നിന്ന് ഇവർക്കൊരു കറുത്ത മാർക്കായിരിക്കത്തില്ലേ? ഇവരുടെ ലിസ്റ്റ് ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ സർക്കാർ. ഒബ്വിയസ്ലി. അത് മാത്രമല്ല, ഇനി ഇതിൽ നിന്ന് ഇവരെ പുറത്താക്കുമോ എന്നുകൂടി കേരള സർക്കാർ തീരുമാനിക്കും. കാരണം ചിലപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഇവരെ ഈ തസ്തികയിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇവർ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ തെറ്റല്ല. ഈ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർക്ക് ലഭിക്കേണ്ട പണം അത് കൃത്യമായിട്ട് കിട്ടണമില്ല. കേരള സർക്കാർ ഫൈനാൻഷ്യൽ ക്രൈസിസിലാണ്. ഇവർക്ക് കിട്ടണമില്ല പ്രോപ്പർലി. അതിൽ നിന്ന് ഇവർ അടിച്ചെടുക്കുക എന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം. സാധാരണപ്പെട്ടവർ ഇന്നും വിഷമിച്ചിരിക്കുന്നവരാണ്. നമ്മുടെ ഇപ്പൊ എന്റെ വീട്ടിലേക്ക് ആണെങ്കിൽ അമ്മൂമ്മ എപ്പോഴും പറയും, പെൻഷൻ കാശ് കിട്ടിയായിരുന്നെങ്കിൽ മരുന്ന് വാങ്ങിക്കാൻ കാശായേനെ, എന്തെങ്കിലും അങ്ങനെ കിട്ടുന്ന കാശ് കൊണ്ട് അതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. അവരെ ചീറ്റ് ചെയ്യുന്നൊരു രീതിയായി പോയില്ലേ ഇത്? തികച്ചും അത് ശരിയാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ പല ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള ആൾക്കാർ. ചിലർക്ക് പണം വളരെ തുച്ഛമായിരിക്കും. കാരണം കേരളത്തിലെ രോഗികളുടെ എണ്ണം വളരെ കൂടുതൽ. അപ്പോൾ പലരും അവരുടെ വീട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പണത്തിൽ നിന്നാണ്. അവരുടെ മരുന്ന് ഈ പണത്തിൽ നിന്നാണ് പലരും മേടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന്റെ ഒക്കെ സമയത്ത് പലരും ഈ വരുന്ന MLA മാരോടും MP മാരോടൊക്കെ ചോദിക്കണം നമ്മൾ കണ്ടതാണ്, എപ്പോ ഞങ്ങളുടെ പണം കിട്ടുമെന്നും അല്ലെങ്കിൽ എനിക്ക് പെൻഷൻ കിട്ടുന്നില്ല. അത് കിട്ടിക്കൊണ്ടിരുന്ന പലർക്കും കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അതെ, അറിയാമല്ലോ. ഇടയ്ക്കിടയ്ക്ക് മസ്റ്ററിങ് നടത്തണം. ഈ പണം കിട്ടുന്ന ആൾക്കാർ അക്ഷയ സെന്ററിൽ പോയി പലപ്പോഴായിട്ട് മസ്റ്ററിങ് നടത്തണം. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോഴൊന്നും ഇത് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല കേരള സർക്കാരിന്. അത് കേരള സർക്കാരിന്റെ വലിയ ഒരു പരാജയം കൂടിയാണ്. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിൻപുറത്തൊക്കെ കൂടുതലും ഈ സൊസൈറ്റികളിൽ നിന്ന് വരുന്ന ആളുകളാണ് ഈ പൈസകൾ കൊണ്ടുതരുന്നത്. ഈ പൈസ കൊണ്ടുവരുന്നവർക്ക് ചെറിയൊരു പൈസ കൊടുക്കുന്നുണ്ട്. 1600 രൂപ മറ്റാണോ പെൻഷൻ എന്ന് തോന്നുന്നു. അതിനകത്തുനിന്ന് കൊടുക്കും. അതിൽ നിന്ന് വരുന്നവർക്കൊരു 10-20 രൂപ ഇവർ കൊടുക്കാറുണ്ട്. ചിലർ സ്നേഹത്തിന് പുറത്ത് കൊടുക്കും, ചിലർ ചോദിച്ചു വാങ്ങിക്കാറുമുണ്ട് ഇത് കൊണ്ടുവരുന്നതിന്. അങ്ങനെ ഒരുപാട് ഈ പെൻഷനിൽ തന്നെ ഏറ്റവും അഴിമതികൾ നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത്. പെൻഷൻ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിക്കുന്ന കുറച്ച് പേര് അതിന്റെ പുറകെ നടക്കുന്ന, അതായത് ചിലപ്പോ ഒരു വോട്ടൊക്കെ രാഷ്ട്രീയക്കാർക്ക് കിട്ടുന്ന ഒരു പെൻഷൻ വാങ്ങിച്ചു കൊടുത്തതിന്റെ പേരിലായിരിക്കും. അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഈ പണം എന്ന് വെച്ചാൽ ചില ആൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പണം. ഇതൊരു ചെറിയ എമൗണ്ട് ആണ്. നമ്മുടെ ഒരു കോമൺ നോളജ് വെച്ച് ഇത് വളരെ ഒരു ചെറിയ എമൗണ്ട് ആണ്. പക്ഷെ ഈ എമൗണ്ട് ഫലപ്രദമായി അവരുടെ ജീവിതത്തിൽ ചിലരുടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇതിന് സാധിക്കുന്നുണ്ട്. അത് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു എമൗണ്ട് ഇങ്ങനെ കാരണം ഗവൺമെന്റ് എംപ്ലോയീസ് തന്നെ അവർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അവർ കൃത്യമായ ശമ്പളം കിട്ടുന്നുണ്ട്. അവർക്ക് അല്ലാതെയുള്ള പ്രിവിലേജസ് ഉണ്ട്. അതിന്റെ ജോലിക്ക് ശേഷം അവർക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതിനകത്തുനിന്ന് കൈയിട്ട് വാരുക എന്ന് വെച്ചാൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സമൂഹത്തിന് മാതൃകയാവേണ്ട സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ പാവപ്പെട്ടവരുടെ ജനം കൊള്ളയടിക്കുന്നു എന്ന് പറയുന്നത് മോശമായ ഒരു കാര്യമാണ്. അതും പെൻഷൻ കാശിൽ നിന്നും. അഷ്ടിക്ക് വകയില്ലാത്തവരായിരിക്കും പെൻഷൻ വാങ്ങിക്കുന്നത്. നമുക്കറിയാം, ഈ സാധാരണ ക്ഷേമനിധി പെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇപ്പൊ കർഷക തൊഴിലാളികളായിരിക്കാം. ക്ഷേമനിധി ബോർഡ് പലതുണ്ടല്ലോ. അപ്പൊ അതിൽ പല സ്കീമുകളിലായിരിക്കും. തൊഴിലുറപ്പായിരിക്കാം, അല്ലെങ്കിൽ തയ്യൽ തൊഴിലാളി, അങ്ങനെ ഒരുപാട് ക്ഷേമനിധി പെൻഷനുണ്ട്. ഇവരെല്ലാം കഷ്ടപ്പെട്ട് അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ
സമയവും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന കാശ് ഈ ക്ഷേമനിധി ബോർഡിൽ കൊടുത്ത് അത് പിന്നീട് തിരിച്ചു വരുന്നതാണല്ലോ ഈ ക്ഷേമനിധി പെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ജീവിതത്തിൽ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മറ്റുള്ളവർ തട്ടിക്കൊണ്ടു പോവുകയല്ലേ അത് ചെയ്തത്. ബേസിക്കലി ഇതിനകത്ത് പ്രശ്നം വെച്ചാൽ നമ്മുടെ നാട്ടിൽ അനർഹരായിട്ടുള്ള പലരും ഗവൺമെന്റിന്റെ ഇതുപോലുള്ള സബ്സിഡീസ് അല്ലെങ്കിൽ ഇങ്ങനെ പെൻഷൻസ് അവർക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ള ഒരു സത്യമാണ്. പ്രത്യേകിച്ച് ഈ വലിയ ലക്ഷറിയസ് കാറുകളുള്ളവരും വലിയ വീടുകൾ വെച്ചവരും ഇവരൊക്കെ പല സബ്സിഡീസും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. നേരത്തെ സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്കീമായിരുന്നു ഈ ഗിവ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ അവർ നടത്തി. പ്രത്യേകിച്ച് ഈ LPG നമ്മുടെ ഗ്യാസ് സ്റ്റൗവില് സിലിണ്ടറിൽ പല ഈ സബ്സിഡി ഉണ്ടായിരുന്നു. അപ്പോൾ വോളണ്ടിയർലി ഒരുപാട് പേര് ഞങ്ങൾക്ക് ഇനി വേണ്ട എന്നുള്ള രീതിയിൽ അവരത് വേണ്ടെന്ന് വെച്ചു. അത് സെൻട്രൽ ഗവൺമെന്റ് ഗിവ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിന് ശേഷമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ക്ഷേമ പെൻഷൻ തന്നെ ഈ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇത് കിട്ടുന്നുണ്ട്. അതെ, അപ്പോൾ ഈ മസ്റ്ററിങ് കൊണ്ടോ അതൊന്നും കൊണ്ടോ അപ്പോൾ ഒരു പ്രയോജനം ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലായിരിക്കും. ഇപ്പൊ BPL കാറ്റഗറിയിൽ പണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതെ, അവർക്ക് വളരെ തുച്ഛമായ നില എനിക്ക് ഫ്രീ ആയിട്ട് അരി കിട്ടുന്നുണ്ട്, തുച്ഛമായ നിരക്ക് പല കമ്മ്യൂണിറ്റീസ് ഇങ്ങനെ കിട്ടുന്നുണ്ട്, ഗോതമ്പ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇതിനെല്ലാം സഹായിക്കുന്ന അവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. കാരണം രാഷ്ട്രീയക്കാർക്ക് ഒരു പേടിയുണ്ട്. കാരണം ഇപ്പോ ഒരാളെ തിരിച്ചറിഞ്ഞു, പണക്കാരനാ ഒരാള് BPL ഉണ്ടെന്ന് വെച്ചോ, ഇയാൾക്കെതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫണ്ടിങ് ചിലപ്പോൾ അവിടെ അവസാനിക്കും. പിന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇയാള് വോട്ട് ചെയ്യൂല. ചിലപ്പോൾ പ്രാദേശിക ഒരു വാർഡ് മെമ്പറിന് ഏറ്റവും ആവശ്യം ഒരു വോട്ടാണെങ്കിൽ ഒരു വോട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് പൊതുവെ ആൾക്കാർ കണ്ണടങ്ങണം, എന്തേലും ആവട്ടെ എന്നുള്ള രീതി. പിന്നീട് അപ്പുറത്ത് അയാളോട് ദേഷ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ പരാതിയുമായിട്ട് പോയി കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടും. അങ്ങനെയൊക്കെയുള്ള വഴികളേ ഉള്ളൂ. അത് വളരെ റെയർലി സംഭവിക്കുന്നതാണ്. പക്ഷേ ഓരോ കാര്യം ഉറപ്പാണ്, ഈ അനർഹരായിട്ടുള്ള ഒരുപാട് പേർക്ക് ഈ അറിയാലോ ഈ ഗവൺമെന്റ് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പല ആനുകൂല്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ചെറിയ മൈക്രോ കമ്മ്യൂണിറ്റീസിനെ ടാർഗറ്റ് ചെയ്തും അങ്ങനെ ഇങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പൊ ബേസിക്കലി നമ്മൾക്കൊക്കെ അറിയാവുന്ന ആനുകൂല്യങ്ങൾ ചിലപ്പോൾ വളരെ കുറവായിരിക്കും. അത് നമ്മൾ ജനറൽ ആയിട്ട് ഉള്ള അവയർനെസ്സിൽ നമുക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പലരും ഇങ്ങനെ അനർഹമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇൻസിഡൻസ് ഇപ്പൊ നമ്മൾ ഇത് അറിഞ്ഞെന്ന് വെച്ചാൽ ഇത് അവർ കണ്ടെത്തി പുറത്ത് വന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും ആൾക്കാര് ഇത് അറിയാത്ത ഒരുപാട് കേസുകൾ ഇനിയും ഒരുപാട്. കാരണം ഇപ്പൊ 1400 പേരുടെ കാര്യം നമുക്ക് അറിയുള്ളൂ, നമ്മുടെ മുന്നിൽ അത്രേ ഉള്ളൂ. അതിലും ഈ ആരോഗ്യവകുപ്പ് മാത്രമേ എന്തായിരിക്കും അടുത്ത നടപടി ഇവർക്ക് എതിരെ സ്വീകരിക്കാന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഉള്ള കാര്യങ്ങൾ ഇനിയും എൻക്വയറി നടത്തി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, എത്രത്തോളം ഇതിന്റെ തീവ്രത എത്രത്തോളം വലുതാണെന്ന്.